الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد അല്ലാഹുവേ ഞങ്ങളെ സദസ്സിലെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ്. പലരും പല പ്രതിസന്ധികളാണ്. കടങ്ങളിൽ അകപ്പെട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതുപോലെ ചിലർ ജോലിയില്ല, ജോലി ഉള്ളവർ കിട്ടുന്ന ശമ്പളം തികയുന്നില്ല. വീട്ടിലെ ദാരിദ്ര്യമാണ്, വീട്ടിലെപ്പോഴും പ്രയാസമാണ്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ പ്രവാസികൾ വിദേശ രാജ്യത്ത് പോയിട്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. കച്ചവടങ്ങളില്ലാതെ ബിസിനസ് തകർന്ന് തരിപ്പണമായി. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് മനുഷ്യർ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഞാൻ പതിവാക്കേണ്ട ഒന്നാണ് ഈ മഹത്തായ ഒരു ആ ഇസ്മിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ വിഷയങ്ങൾക്കും അല്ലാഹു പരിഹാരം തരുന്ന, പടച്ചവൻ വലിയ വലിയ വിജയങ്ങൾ തരുന്ന നല്ല മഹത്തായ ഒരു ഇസ്മിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് പലരും സങ്കടത്തിന്റെ വക്കിലാണ്, പലരും വിഷമങ്ങളുടെയും സങ്കടങ്ങളുടെയും വക്കിലാണ്. ഇന്ന് മനുഷ്യനിലേക്ക് പല പല സങ്കടങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ദുഃഖങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പലരും അങ്ങനെ ജീവിതം മുന്നോട്ട് കടന്നു കൊണ്ടുപോവുകയാണ്. വിഷമങ്ങളിലൂടെ കടന്നു കൊണ്ടുപോവുകയാണ്. അല്ലാഹുവിന്റെ സുന്ദരമായ നാമങ്ങൾ അധികാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷങ്ങളും സമാധാനവും നാം അറിയാത്ത വഴിയിലൂടെ കടന്നു വരുന്നതാണ്. അപ്പോൾ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഇത് യജമാനനായ റബ്ബ് നമുക്ക് തന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്താൽ യജമാനനായ റബ്ബ് വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട നാമം അല്ലാഹു നമുക്ക് തന്നതാണ്. ഇതിൽ നിന്നെല്ലാം നമ്മുടെ വിഷമങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ 99 നാമങ്ങളിലെ ഓരോ നാമങ്ങളും എടുത്തിട്ടതിന്റെ ഇന്ന സമയത്ത് നിങ്ങൾ ചെല്ലണം, ഇന്ന രീതിയിൽ ചെല്ലണം, ഇന്ന എണ്ണത്തിൽ നിങ്ങൾ ചെല്ലിയാൽ അല്ലാഹു വലിയ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. എല്ലാ സമയവും ഒരുപോലെയാണോ? മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ചയ്ക്ക് മഹത്വമുണ്ട്, റമദാന് മഹത്വമുണ്ട്, വെള്ളിയാഴ്ച രാവിലെ മഹത്വമുണ്ട്. അതുപോലെ മഹത്തുക്കളായ ആലിമീങ്ങൾ ദിവസത്തിലെ സമയങ്ങൾ വലിയ മഹത്വമുള്ള സമയങ്ങൾ. ഇത് ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ പടച്ചവൻ നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുന്ന മഹത്തായ ഒരു ഇസ്മിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ച വലിയ വലിയ ഔലിയാക്കളും മഹാത്മാക്കളും സൂഫിയാക്കളും ഒക്കെ, മഹാത്മാക്കളും ഔലിയാക്കളും സൂഫിയാക്കളും ഒക്കെ ഈ പദവിയിലെത്തിയത് അല്ലാഹുവിന്റെ ഔലിയാക്കളായി മാറാനുള്ള കാരണം ഈ സുന്ദരമായ അധികാറുകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ്. അല്ലേ? ഈ പറയുന്ന അധികാറുകൾ അവിടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ ലോകം അറിയപ്പെട്ട മഹാന്മാരായി മാറിയെന്നുള്ളതാണ്. രാജാക്കന്മാര് പോലും അവരെ കാണാൻ ക്യൂ നിന്നുവെങ്കിൽ അല്ലാഹുവിന്റെ മഹത്തായ അസ്മാഉകൾ, അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങൾ ചൊല്ലിയപ്പോൾ അവരെ അല്ലാഹു സമൂഹത്തിൽ ഉയർത്തുകയാണ്. രാജാക്കന്മാര് പോലും അവരെ കാണാൻ ക്യൂ നിന്നു എന്നുള്ളതാണ്. അത്ര മഹത്വത്തിലേക്ക് അല്ലാഹു ഉയർത്തിയത് ഈ മഹത്തായ നാമങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ച അധികാറുകളും ഇസ്മുകളും ആയത്തുകളും സൂറത്തുകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ സകലമായ പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളെല്ലാം റഹ്മാനായ രാജാതിരാജനായ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. നമുക്കുള്ള സങ്കടങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് മാറ്റിത്തരാൻ നമ്മുടെ റബ്ബിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ നമ്മൾ രോഗിയായി പോയാൽ നമുക്ക് ശിഫയാക്കേണ്ടിയുള്ളത് അല്ലാഹു. ഒരേ രോഗത്തിന് പോകുന്നവർ, ഒരാൾ മരണപ്പെട്ടു പോകുന്നു, ഒരാൾ ജീവിച്ചു വരുന്നു. രോഗം എന്ന് പറഞ്ഞത് മുഅ്മിനീങ്ങളെ, ആ മനുഷ്യൻ ആ രോഗം മരിക്കുന്ന രോഗമാണ് എങ്കിൽ ആ രണ്ടുപേരും മരിക്കട്ടെ. അല്ല, അല്ലാഹു ഒരാൾ ശിഫയാക്കുന്നു, ഒരാൾ ശിഫയാകാതെ പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് വന്നാലും നമ്മുടെ റബ്ബിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ സുന്ദരമായ അദ്കാറുകൾ, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ദിക്റുകളും സൂറത്തുകളും ഓതിയിട്ട് അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു നമുക്ക് ഉത്തരം നൽകുന്നതാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലും കടങ്ങളിലും അകപ്പെട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് പലരും. സാമ്പത്തികമായ വിഷമങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ്. അതുപോലെ തന്നെ ചിലർക്ക് ജോലിയില്ല, ജോലിയുള്ളവർ അവർ കിട്ടുന്ന ശമ്പളം തികയുന്നില്ല, വീട്ടിൽ ദാരിദ്ര്യമാണ്, വീട്ടിലെപ്പോഴും പ്രയാസമാണ്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ പ്രവാസികൾ വിദേശത്ത് പോയിട്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. കച്ചവടങ്ങളില്ലാതെ ബിസിനസ് തകർന്ന് തരിപ്പണമായി, കച്ചവടങ്ങൾ നടക്കാതെ ബിസിനസ് തകർന്ന് തരിപ്പണമായവരുണ്ട്. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് മനുഷ്യൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളെല്ലാം നീ മാറ്റണേ അല്ലാഹ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടുവാൻ നാം പതിവാക്കേണ്ട ഒന്നാണ് അസ്മാഉൽ ഹുസ്നയിലെ, അത് നാം മനഃപ്പാഠമാക്കണം. അതിനും കഴിയാത്തവർ അസ്മാഉൽ ഹുസ്നയിലെ ഓരോരോ നാമങ്ങളുടെയും പ്രത്യേകതകളും ഗുണങ്ങളും അത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളും മഹാന്മാർ അസ്മാഉൽ ഹുസ്നയിലെ ഫലങ്ങളും ഗുണങ്ങളും പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ കൂടി നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടുവാൻ നാം പതിവാക്കേണ്ട ഒന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട അല്ലാഹുവിന്റെ 99 നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന. 99 നാമങ്ങൾ നമ്മൾ പതിവാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ 99 നാമങ്ങൾ നമ്മൾ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു മാറ്റി തരുന്നതാണ്. അതുപോലെ സാമ്പത്തികമായ പ്രയാസം മാറുന്നതിനും ഈശ്വരം ലഭിക്കാനും ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഇസ്മായി മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്ന അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും മഹത്തായ ഒരു ഇസ്മാണ് യാ വഹാബ് യാ അല്ലാഹ്. അവ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് മുഅ്മിനീങ്ങളെ. അല്ലാഹു ഐശ്വര്യങ്ങൾ തരാനും സാമ്പത്തിക പ്രയാസങ്ങൾ അല്ലാഹു നീക്കാനും ഐശ്വര്യങ്ങളും സമ്പത്തിൽ വർധനവും നൽകാൻ വേണ്ടിയിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ 99 നാമങ്ങളിലെ മഹത്തായ ഒരു നാമമാണ് യാ വഹാബ് യാ അല്ലാഹ്, 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 യാ വഹാബ് യാ അല്ലാഹ്. ഈ ഇസ്മ വലിയ മഹത്വമുള്ള ഇസ്മാണ്. യാ വഹാബ് യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആവശ്യമായ എല്ലാം നമുക്ക് വാരിക്കോരി തരുന്നവനായ അല്ലാഹുവേ, അടിമകളായ നമുക്ക് ആവശ്യമായ സമ്പത്തുമില്ല അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് വാരിക്കോരി തരുന്നവനായ അല്ലാഹ് എന്നർത്ഥമുള്ള മഹത്തായ യാ വഹാബ് യാ അല്ലാഹ്, അടിമകൾക്ക് ഉപചാരമായി വാരിക്കോരി കൊടുക്കുന്നവനായ അല്ലാഹുവേ എന്ന മഹത്തായ അർത്ഥമുള്ള ഈ ഇസ്മിന്റെ ഫളായിലുകൾ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് ഒരുപാട് കാണാൻ കഴിയുന്നതാണ്. അതെല്ലാം ഇവിടെ പറയാൻ സാധ്യമല്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാൻ മഹാന്മാര് പറയുന്നു. ഈ ഇസ്മിനെ ഒരാൾ ധാരാളം അധികരിപ്പിച്ചാൽ അവൻ വിചാരിക്കാത്ത ഭാഗങ്ങളിലൂടെ അല്ലാഹു അവനിക്ക് റിസ്ക് വിശാലമാക്കി കൊടുക്കുന്നതാണ്. കണ്ടാ നിങ്ങൾ, ഈ ഇസ്മ അതായത് യാ വഹാബ് യാ അല്ലാഹ് എന്ന ഈ മഹത്തായ ഇസ്മ നിങ്ങൾ ധാരാളം ചൊല്ലിയാൽ അല്ലാഹു അവന്റെ വസ്ത്രം, അവന്റെ പാർപ്പിടം, അവന്റെ ആവശ്യങ്ങൾക്കെല്ലാം അല്ലാഹു ഭക്ഷണത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിശാലത നൽകുന്നതാണ്. അവന്റെ റിസ്ക് വിശാലമാക്കി കൊടുക്കും. നമുക്ക് ആവശ്യമായ സമ്പത്ത് തരും, നമുക്ക് വീട് തരും, വാഹനം തരും, എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. യാ വഹാബ് യാ അല്ലാഹ് എന്നുള്ള മഹത്തായ ഇസ്മിനെ ധാരാളം ചൊല്ലുക. അതുപോലെ തന്നെ ഒരാൾ 100 വട്ടം പതിവാക്കിയിട്ട് അവന്റെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതാണ്. അപ്പൊ യാ വഹാബ് യാ അല്ലാഹ് എന്ന് ഉളൂഹ് എടുത്തതിന് ശേഷം ഒരു 100 പ്രാവശ്യം ഇഖ്ലാസോടെ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ യജമാനനായ റബ്ബ് നിങ്ങളുടെ മുറാദുകൾ
മുറാദുകൾ ഹാസിലാക്കി തരുന്നതാണ്. മറ്റൊരു രൂപം മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഇസ്മിനെ ആരെങ്കിലും ഇശാ നമസ്കാര ശേഷം ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 14 വട്ടം പതിവാക്കിയാൽ അല്ലാഹു ഐശ്വര്യം നൽകുന്നതാണ്. ജനങ്ങളുടെ വലിയ ഐശ്വര്യവാനാക്കുന്നതാണ്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അപ്പോൾ ഇശാ നമസ്കാരം കഴിഞ്ഞ് നമ്മളൊരു 14 പ്രാവശ്യം യാ വഹാബി യാ അല്ലാഹ് യാ വഹാബി യാ അല്ലാഹ് യാ വഹാബി യാ അല്ലാഹ് എന്ന് ചൊല്ലിയാൽ അല്ലാഹു വലിയ ഐശ്വര്യം നൽകുന്നതാണ്. ജനങ്ങളുടെ ഇടയിൽ വലിയ ഐശ്വര്യവാനാക്കി അല്ലാഹു മാറ്റുന്നതാണ്. പടച്ചവൻ അതിന് തൗഫീഖ് നൽകട്ടെ. ഇതാർക്കും ചൊല്ലാൻ പറ്റിയ രൂപമാണ്. ഇശാ നമസ്കാര ശേഷം ഇസ്മിനെ ചൊല്ലിയിട്ട് അല്ലാഹുവേ എനിക്ക് ജീവിക്കാൻ ആവശ്യമായ നിന്റെ ഭാഗത്ത് എനിക്ക് സമ്പത്ത് അളവില്ലാതെ നൽകണേ അല്ലാഹ് എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാം. പടച്ചവനെ നിന്റെ ഖജനാവ് ഒട്ടും വറ്റിപ്പോകാത്ത ഖജനാവിൽ നിന്ന് നീ എനിക്ക് ഔദാര്യമായി ഉപയോഗപ്രദമായ സമ്പത്ത് നീ എനിക്ക് നൽകണമേ അല്ലാഹ് എന്ന് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്പത്തുകൾ നൽകുന്നതാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ചെലവാക്കണം. ദീനിന്റെ മാർഗ്ഗത്തിന് വേണ്ടിയും അതുപോലെ മതസ്ഥാപനങ്ങൾക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും ചെലവാക്കാനുള്ള നല്ല മനസ്സ് കൂടി ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. സമ്പത്ത് ചോദിക്കുന്നതോടൊപ്പം പടച്ചവനെ നിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ സാധുക്കളും അനാഥകളും പാവപ്പെട്ടവരെല്ലാം സഹായിക്കാൻ ഞങ്ങൾക്ക് മനസ്സും കൂടി തരണേ അല്ലാഹ്. അപ്പോഴാണ് നമ്മുടെ സമ്പത്ത് ഉപയോഗപ്രദമാകുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ യാ വഹാബി യാ അല്ലാഹ് യാ വഹാബി യാ അല്ലാഹ് യാ വഹാബി യാ അല്ലാഹ് എന്നൊരു 14 പ്രാവശ്യം ചൊല്ലി നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹുവേ ഖാലിഖായ റബ്ബേ ഞങ്ങൾ ഈ നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് നീ 2 ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. അപ്പൊ നമുക്ക് സമ്പത്ത് കിട്ടിയിട്ട് അല്ലാഹുവിന്റെ മാർഗമല്ലാത്ത രീതിയിൽ നമ്മൾ ചെലവഴിച്ചാൽ ആ സമ്പത്ത് കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ലാതെ ആയി പോകുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാര് തേടിയത് അല്ലാഹുവിനെ. അല്ലാഹുവേ നിന്റെ സമ്പത്ത് നമുക്ക് ആവശ്യമുണ്ട്. അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, കുടുംബക്കാരെ സഹായിക്കാൻ, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മഹാന്മാര് സമ്പത്ത് ചോദിച്ചിരുന്നത് ചിലരുടെ കയ്യിൽ പൈസ വരുമ്പോൾ അവർ അല്ലാഹുവിനെ മറന്നു പോകും. ഒരിക്കലും നമ്മളെ അല്ലാഹു കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. ആമീൻ. പടച്ചവനെ നീ ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളെല്ലാം നീ മാറ്റണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് സമ്പത്ത് വരുമ്പോൾ നിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാനുള്ള മനസ്സുകൂടി നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأشاعرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له حق علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. أرحم الراحمين يا الله. ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾക്ക് ധാരാളം മഹത്വങ്ങളുണ്ട് അല്ലാഹ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് നീ 2 ലോകത്തും വിജയം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ ഈ ചെയ്യുന്ന ദുആകളെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ രോഗികളുണ്ട് റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. ഞങ്ങൾ ഭവനമില്ലാത്തവരുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. എത്രയോ മക്കളുടെ ഭവനങ്ങളിൽ അല്ലാഹുവേ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന സാലിഹീങ്ങളായ ഇണകൾ അവരിലേക്ക് എത്തിക്കണേ അല്ലാഹ്.
ഞങ്ങൾ പ്രിയപ്പെട്ടവർ പലരും ഹോസ്പിറ്റലിലാണ് റബ്ബേ. സന്തോഷത്തോടെ രോഗങ്ങൾ ശുഭയായി സന്തോഷത്തോടെ ഭവനങ്ങളിൽ വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ദാരിദ്ര്യം കൊണ്ട് പറയുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. സമ്പത്തിന്റെ വഴി വിശാലമാക്കണേ അല്ലാ. കടക്കാറുണ്ട് അല്ലാ, കടകൾ നീ വീട്ടണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരോട് പഠിച്ചവരെ സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ സദസ്സിലുള്ളവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുടെ മക്കൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ലാ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ പ്രിയപ്പെട്ടവരവരെ വിദേശ രാജ്യത്താണ്. സർവ്വ ഖൈറുകളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് അല്ലാ. ഒരു കച്ചവടത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാ. സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാ. നീ തന്ന കുടുംബത്തിലും നീ തന്ന ഇടകളിലും നീ തന്ന മക്കളിലും നീ തന്ന ശരീരത്തിലും നീ തന്ന ഭവനങ്ങളിലും നീ തന്ന വാഹനത്തിലും നീ എന്തെല്ലാം ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാ. നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാ. സർവ്വ ആപത്തുകളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തില്ല മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെല്ലാം കാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.